കുട്ടികൾക്കും മുതിർന്നവർക്കും കേട്ടു രസിക്കാനായി ഒരു കഥ കൂടി അവതരിപ്പിക്കുന്നു. അന്ധവിശ്വാസം. നഗരത്തിലെ മാലിന്യങ്ങളിൽ നിന്നും മോചനം നേടാനാണ് കുഞ്ഞാമൻ നാട്ടിൻ പുറത്ത് വീട് വെച്ചത്. അയാൾ ജനിച്ചതും വളർന്നതുമെല്ലാം പട്ടണത്തിലായിരുന്നു. ശുദ്ധവായുവും ശുദ്ധജലവും ലഭിക്കുന്ന നാട്ടിൻപുറം അയാൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. കുഞ്ഞാമൻ്റെ ഭാര്യയ്ക്കും നാട്ടിൻപുറം ഏറെ ഇഷ്ടപ്പെട്ടു. ചുറ്റി നടക്കാൻ അനേകം സ്ഥലം, നല്ലവരായ മനുഷ്യർ, അവരുടെ രസകരമായ സംഭാഷണം. കുട്ടികൾക്ക് മാത്രം ഗ്രാമം അത്ര ഇഷ്ടപ്പെട്ടില്ല. ദിനങ്ങൾ രസകരമായി അങ്ങനെ നീങ്ങി. ദുശകുനങ്ങളിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു കുഞ്ഞാമന്. ഒരു ദിവസം രാത്രിയിൽ ഉറക്കത്തിൽ നിന്നും അയാൾ ഞെട്ടി ഉണർന്നു. മരത്തിലിരുന്നുള്ള കൂമൻ്റെ മൂളലാണ് അയാളെ ഉണർത്തിയത്. അയാൾ വിളക്കു തെളിച്ച് പുറത്തിറങ്ങി. വീടിൻ്റെ മുന്നിലുള്ള മാവിൽ നിന്നാണ് കൂമൻ മൂളുന്നത്. കൂമൻ മൂളുന്ന വീട്ടിൽ നാശമുണ്ടാകും എന്നാണ് കുഞ്ഞാമൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ദിവസം അയാൾ ഉറങ്ങിയില്ല. നേരം പുലർന്നപ്പോൾ ഭാര്യ തിരക്കി, എന്തേ നിങ്ങളുടെ മുഖത്തൊരു വല്ലായ്മ? അയാൾ കാര്യം പറഞ്ഞു. ഭാര്യയ്ക്കും ദുശകുനത്തിൽ വിശ്വാസമാണ്. അവരും ഇത് കേട്ട് ഭയന്നു. ഇനി എന്താണൊരു മാർഗം? അവർ ഏറെ ആലോചിച്ച് ഒരു വഴി കണ്ടെത്തി. കൂമനെ ഓടിക്കുക തന്നെ. നാട്ടിലെ പ്രധാന വേടനായ കേശവനെ വരുത്തി. അയാളോട് വിവരം പറഞ്ഞു. കേശവൻ നേരെ മാവിൽ കയറി. പകൽ കാഴ്ച കുറവുള്ള കൂമന് ആരോ മരത്തിൽ കയറുന്നു എന്ന് മനസ്സിലായി. അത് അവിടെ നിന്നും ദൂരേക്ക് പറന്നുപോയി. കേശവൻ മരത്തിൻ്റെ മുകളിൽ കയറി കൂമൻ്റെ കൂടെടുത്ത് ദൂരെ എറിഞ്ഞു. അയാൾ താഴെ ഇറങ്ങി വന്നപ്പോൾ കുഞ്ഞാമൻ അയാൾക്ക് കൂലി കൊടുത്തു. ഇനി അവൻ്റെ ശല്യം ഉണ്ടാകില്ല സാറേ എന്ന് സമാധാനിപ്പിച്ച് കേശവൻ രൂപയും വാങ്ങിപ്പോയി. പാവം കൂമൻ രാത്രിയിൽ തിരികെ വന്നപ്പോൾ കൂടില്ല. സങ്കടം സഹിക്കാതെ ചെറുകിട്ടടിച്ച് പറന്ന് അവൻ ദൂരേക്ക് പോയി. കുഞ്ഞാമൻ കൂമൻ്റെ ശല്യമൊഴിഞ്ഞ സുഖത്തിൽ നന്നായി ഉറങ്ങി. അയാൾ കൂമൻ്റെ കഥ മറക്കുകയും ചെയ്തു. നാളുകൾ ഏറെ കഴിഞ്ഞു. കുഞ്ഞാമനെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നു. വീട്ടിനുള്ളിലും പറമ്പിലും എലികൾ പെരുകി. ഒന്നും സൂക്ഷിക്കാൻ കഴിയുന്നില്ല. പറമ്പിൽ നട്ടുപളർത്തിയ കപ്പയും കാച്ചിലും ഒക്കെ എലികൾ തിന്ന് നശിപ്പിച്ചു. തെങ്ങിൽ കയറി വെള്ളയ്ക്ക വരെ പറിച്ചു തിന്നാൻ തുടങ്ങി. പല വലിപ്പത്തിലുള്ള എലികളാണ്. ചുണ്ടലികൾ മുതൽ തുരപ്പൻ വരെയുണ്ട്. സഹികെട്ടപ്പോൾ അയാൾ പറമ്പിൽ പലയിടത്തും വിഷം വച്ചു. എലികൾ സൂത്രശാലികളാണ്. അവർ വിഷമെടുത്തില്ല. എന്നാൽ പാവം കിളികൾ അതൊക്കെ കൊത്തിത്തിന്ന് ചത്തു. അണ്ണാന്മാർക്കും അതേ ഗതിയായി. ഇത് കുഞ്ഞാമനെ ദുഃഖിപ്പിച്ചു. ഒരു ഉപദ്രവവും ചെയ്യാത്ത പാവം ജീവികളാണ് ചത്തത്. കഷ്ടം തന്നെ. തനിക്കെന്തോ ദുരിതം വരാൻ പോവുകയാണെന്ന് കുഞ്ഞാമന് തോന്നി. അയാൾ മന്ത്രവാദികളെ വരുത്തി പൂജാകർമ്മങ്ങൾ നടത്തി. എന്നിട്ടും എലികളുടെ എണ്ണം കുറഞ്ഞില്ല. ഇനി ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് തന്നെ തിരികെ പോയേക്കാം എന്ന് തീർച്ചപ്പെടുത്തി. ആ സമയത്താണ് കുഞ്ഞാമൻ്റെ സുഹൃത്തും ശാസ്ത്രജ്ഞനുമായ മുഹമ്മദ് കുഞ്ഞാമൻ്റെ ഗ്രാമം സന്ദർശിക്കാൻ എത്തിയത്. മുഹമ്മദിനോട് അയാൾ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. എന്നിട്ട് കുഞ്ഞാമൻ പറഞ്ഞു, ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തിരികെ വരികയാണ്. കുഞ്ഞാമൻ, ഈ മനോഹര സ്ഥലം വിട്ട് നിങ്ങൾ എവിടെയും പോകണ്ട. മനസ്സിലെ ഇരുട്ടകറ്റിയാൽ മതി. നിങ്ങൾ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് കൂമനെ ഇവിടെ നിന്ന് ഓടിച്ചതാണ് ഇതിനെല്ലാം കാരണം. ഒരു കൂമൻ ഒരു ദിവസം കുറഞ്ഞത് ഒരു എലിയെയെങ്കിലും പിടിച്ചു തിന്നിരുന്നു.
അങ്ങനെ നിങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന അടുത്ത സുഹൃത്തിനെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചത്. അതുകൊണ്ടാണ് ഈ ദുരിതമൊക്കെ ഉണ്ടായത്. രാത്രിയിൽ ചുറ്റി നടക്കുന്ന ജീവികളെ ഭയപ്പെട്ടിരുന്ന നമ്മുടെ പഴമക്കാർ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ് കുഞ്ഞാമ്മ ഇതൊക്കെ. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ താമസിക്കണം. കൂമൻ വന്ന് കൂട് വെക്കട്ടെ, ഇവിടെ സുഖമായി ജീവിക്കട്ടെ. നിങ്ങൾക്കും എല്ലാ ജീവികൾക്കും സന്തോഷത്തോടുകൂടി കഴിയാൻ പറ്റുമല്ലോ. അപ്പോഴാണ് കുഞ്ഞാമ്മന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. കുഞ്ഞാമ്മൻ വളരെ സന്തോഷത്തോടു കൂടി മുഹമ്മദിനെ വീട്ടിൽ നിന്നും യാത്രയാക്കി ആ ഗ്രാമത്തിൽ തന്നെ താമസിക്കാൻ തീരുമാനമെടുത്തു. എങ്ങനെയുണ്ട് കുട്ടികളെ കഥ? അന്ധവിശ്വാസം എന്നത് നമുക്ക് പാടില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ. അതിനെ മാത്രം ആശ്രയിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. മറ്റൊരു കഥയുമായി വീണ്ടും കേട്ടുമുട്ടും വരെ ബൈ ബൈ.